ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി ഓഫറാട്ടോ ഈ പ്രസ്തുത വീഡിയോ. അതും 30 രൂപ തൊട്ട് 50 രൂപ വരെയാണ് ഏത് ചെടി എടുത്തിട്ടുണ്ടെങ്കിലും. 200ഓളം വെറൈറ്റീൻ്റെ മേലെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഏതൊക്കെ ചെടികളാണ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ DS ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആട്ടോ. ഫിറ്റോണിയൻ്റെ 5 ഡിഫറെൻറ്റ് കളേഴ്സാണ്. സിംഗിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ പ്ലാന്റിനും 30 രൂപയാട്ടോ റേറ്റ് വരുന്നത്. 5 എണ്ണത്തിൻ്റെ സെറ്റാട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അടുത്തത് വരുന്നത് പിങ്ക് ലേഡിയാണ്. പിങ്ക് ലേഡി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. നല്ല ലൈറ്റ് പിങ്ക് കളറിലാട്ടോ അതിൻ്റെ ലീഫ് ഉണ്ടാവുക. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ നമുക്ക് ഈ പ്രോപ്പർ കളർ കിട്ടില്ല. ഷെയ്ഡിലേക്ക് മാറ്റിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. 40 ആട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പീലിയ പ്ലാന്റ് ആണ്. ഇതൊരു ലീഫി പ്ലാന്റ് ആട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലീഫാട്ടോ ഇതിനുള്ളത്. ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അടുത്തതും ഇതേപോലെ തന്നെയുള്ള ലീഫി പ്ലാന്റ് ആണ്. സ്പൈറൽ ജിഞ്ചർ എന്നാണ് പേര് വരുന്നത്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. നല്ല വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷനിലൊരു വെരിഗേഷൻ ലീഫിലാട്ടോ വരുന്നത്. ജിഫി പ്ലാന്റ് ആണ് തരുന്നത്. അടുത്തത് വരുന്നത് ഇതേപോലെ ഹാങ്ങിങ്ങിന് നല്ല ഭംഗിയുള്ളൊരു പെഡലാന്തസ് എന്ന് പറഞ്ഞ ചെടിയാട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയാണ്. അതും ജിഫി പ്ലാന്റ് ആണ്. അടുത്തത് വരുന്നത് റെഡ് റിഫ്താലിസ് ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു ജിഫിയിലുള്ള പ്ലാന്റാണ് തരുന്നത്. നല്ല ഭംഗിയുള്ള പവിഴമുത്തുകൾ ഓരോ ലീഫിൻ്റെയും തുമ്പത്തുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. അടുത്തത് വരുന്നത് വൈറ്റ് ലെന്താന പ്ലാന്റ് ആട്ടോ. ഇത് കുറ്റിച്ചെടിയാണ്. അതേപോലെ തന്നെ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഇതുപോലെ പടർന്ന് ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് കോഫിയ പ്ലാന്റ് ആട്ടോ. കോഫിയ പ്ലാന്റിൻ്റെ പിങ്ക് കളറിലുള്ളതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പിങ്കും വൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കോഫിയൻ്റെ അയച്ചു തരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആട്ടോ. അടുത്തത് വരുന്നത് മില്യൺസ് ഓഫ് ഹേർട്ട് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെയും ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇല നല്ലൊരു ഹേർട്ട് ഷേപ്പിലാട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി ആട്ടോ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങനെ ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടിയാട്ടോ. അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. നല്ല വൈറ്റ് പൂവായിരിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ജേഡ് പ്ലാന്റ് ആട്ടോ. ജേഡ് പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ഹെന്നയാണ്. നല്ലോണം കൈകളിലും മൈലാഞ്ചി ഇട്ടിട്ട് നല്ല ഡാർക്ക് ചുമന്ന കളറിലേക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്ന DTDC കൊറിയർ വഴി കേട്ടോ. എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അമേരിക്കൻ ഹോളിയാണ്. അമേരിക്കൻ ഹോളി ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടി കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മൾട്ടി പെറ്റൽ സ്നോ റോസ് ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂവാട്ടോ ഇതിൻ്റെ. നമുക്കിത് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഷിയായിട്ട് നിൽക്കും. ഒത്തിരി പൂക്കൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അകത്ത്. ഈ സ്നോ റോസിൻ്റെ പ്രത്യേകത എപ്പോഴും ഫ്ലവറിങ് ഉണ്ടാവുന്നതാണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വാട്ടർ ബാമ്പു ആണ്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ. ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു നോർമൽ കെയറിൽ തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് മാൽപീജിയ പ്ലാന്റ് ആട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ നല്ല ഗ്രീൻ ഷെയ്ഡിലുണ്ടാവും കേട്ടോ ഇതിൻ്റെ ലീഫ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് ലേഡി ഷൂവിൻ്റെ തമ്പർജിയൻ്റെ യെല്ലോ ഷെയ്ഡാട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പടർന്ന് പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. നമുക്ക് കാർ പോർച്ചിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അടുത്തത് വരുന്നത് വയലറ്റ് പെൻഡാസ് ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നാടൻ പെൻഡാസ് ആട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത്.
നെക്സ്റ്റ് വരുന്നത് യെല്ലോ ലെന്താനയാണ് കേട്ടോ. ലെന്താനേൻ്റെ യെല്ലോ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ. അത് മാത്രമല്ല എപ്പോഴും പൂക്കളുണ്ടാവും. ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് വെക്കത്തേയില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ. ഒത്തിരി കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ 2 ദിവസം കൂടുമ്പോഴൊക്കെ വാട്ടറിങ് കൊടുത്താൽ മതി. ഷെയ്ഡുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. നെക്സ്റ്റ് വരുന്നത് മാറ്റ് സ്റ്റിക് ആണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക. പെട്ടെന്ന് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ പുതിയ തൈകൾ വരുന്നത് കാണാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റായിട്ട് അയക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാട്ടോ മാറ്റ് സ്റ്റിക്ക്. ഈ ഒരു റേറ്റിനൊന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് നഴ്സറി പോയാൽ പോലും കിട്ടത്തില്ല. അടുത്തത് വരുന്നത് സ്ട്രോബെറി ആട്ടോ. സ്ട്രോബെറീൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഹാങ്ങിങ് ബോർഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ ഈ സ്ട്രോബെറി. നല്ലോണം കായ്ഫലം ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് ചെമ്പരത്തി ആട്ടോ. ചെമ്പരത്തീൻ്റെ 5 ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കട്ടിങ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതുകൊണ്ട് കളേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ 5 കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂ തമ്പർജി ആട്ടോ. നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ ലൈറ്റ് വയലറ്റ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് കൊടുത്ത് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. എപ്പോഴും പൂക്കളായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. ഒരുപാട് പരിചരണമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അലോവേര. പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അലോവേരേൻ്റെ ഗുണങ്ങളല്ലേ. മുടീനെയും സ്കിന്നിനെയും ഒക്കെ സംരക്ഷിക്കാൻ നമ്മുടെ അലോവേരേൻ്റെ ജെല്ല് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് റെഡ് കനകാംബരം ആട്ടോ. കനകാംബരം പണ്ടുള്ള കനകാംബരത്തെ വെച്ചിട്ട് ഹൈറ്റ് കൂടി പോകുന്ന കനകാംബരം ആയിരിക്കുമല്ലേ പണ്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇത് കുറ്റിയായിട്ട് ഹൈബ്രിഡാണ്. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ പൂക്കൾ കൂടുതലുണ്ടാകുന്നൊരു വെറൈറ്റി ആട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. കളറും അതെ. അടുത്തത് വരുന്ന റെഡ് ഫൈഗസ് ആട്ടോ. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ. അതിൻ്റെ ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മങ്കി ടെയിലാണ്. മങ്കി ടെയിലിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റിനാണ് 50 രൂപ വരുന്നത്. ഒരു കാറ്റിക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് 2-3 ദിവസം കൂടുമ്പോഴൊക്കെ വാട്ടറിങ് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് ബട്ടൺ ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് സ്ട്രിങ് ഓഫ് ബട്ടൻ്റെ അയച്ചു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വാൻഡറിങ് ജൂവിൻ്റെ വെറൈറ്റിയാണ്. 40 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആട്ടോ. പെട്ടെന്ന് തന്നെ ഹാങ്ങിങ് പോട്ട് ഫില്ലായിട്ട് വരും. നമ്മൾ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു നോർമൽ കെയറിൽ തന്നെ പെട്ടെന്ന് ബുഷിയാകുന്ന ഒരു ചെടി കൂടിയാട്ടോ. അടുത്തത് വരുന്നത് സെഡാണ്. സെഡോ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പോട്ട് ഫുള്ളായി വരും കേട്ടോ. ഒരുപാട് ഫുള്ളായി ഫില്ലായിട്ട് നിൽക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡോങ്കി ടെയിലാട്ടോ. ഡോങ്കി ടെയിലും മോങ്കി ടെയിലും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. ഇതൊക്കെ കാറ്റിക്സ് വെറൈറ്റി പെട്ടതായതുകൊണ്ട് തന്നെ വാട്ടറിങ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് 2-3 ദിവസം കൂടുമ്പോൾ മാത്രം നനവ് കൊടുത്താൽ മതി. അതേപോലെ ഈർപ്പം നിൽക്കുന്ന ഒരു പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്നത് പെപ്രോമിയ കേട്ടോ. പെപ്രോമിയൻ്റെ പ്ലാന്റ് ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് കൂടിയാട്ടോ. ഇതിനെല്ലാത്തിനും 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് വാൻഡറിങ് ജൂ. വാൻഡറിങ് ജൂവിൻ്റെ ലൈറ്റ് ക്രീം കളറാണ്. നല്ല ഭംഗിയുള്ള ലീഫാട്ടോ. നമ്മളിതിനു മുമ്പ് വേറൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് വരുന്നത് ഫൈക്കസ് വെപ്പനാണ്. 40 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് വാട്ടർമെലോൺ ഡിഷീഡിയാണ്. വാട്ടർമെലോൺ ഡിഷീഡിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ് ജിഫി പ്ലാന്റ് ആണ് അയച്ചു തരുന്നത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതുപോലെ പോട്ട് ഫില്ലായിട്ട് വരും കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് പെപ്രോമിയ വെറൈറ്റി തന്നെയാണ്. ഒരു ക്രീമും ഗ്രീനും കളർ കോമ്പിനേഷനിൽ വെരിഗേറ്റഡ് ലീഫായിട്ടാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു കിഡിലൻ പ്ലാന്റ് ആട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പെൻസിൽ കാറ്റക്സ് ആട്ടോ. പെൻസിൽ കാറ്റക്സിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 40 രൂപയാട്ടോ റേറ്റ്. ജിഫിയിലുള്ള പ്ലാന്റാണ് അയക്കുന്ന. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്.
അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഡിഷീഡിയ പ്ലാന്റ് ആട്ടോ. ഇതുപോലെ പോട്ട് ഫില്ലായിട്ട് ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷനിൽ വെരിഗേറ്റഡ് ലീഫായിട്ടാട്ടോ. ആ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. 2-3 ദിവസം കൂടുമ്പോഴുള്ള വാട്ടറിങ്ങിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് വരുന്ന ലോലിപോപ്പാണ്. ലോലിപോപ്പിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ്. നല്ല മഞ്ഞ കളറിൽ വൈറ്റ് ഫ്ലവറും കളർ കോമ്പിനേഷനിലാട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്പ് ഒടിച്ച് കുത്തിയിട്ടാട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂ ട്രംപറ്റാണ്. ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇപ്പം അങ്ങനെ ഒത്തിരി കാണുന്നില്ല. ഇത് നമുക്ക് പോട്ടിലൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ. അടുത്തത് വരുന്നത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ കളറാട്ടോ. നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് പോട്ടിലൊക്കെ സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ ഇതൊരു ഔഷധ ഗുണമുള്ളതാണ്. നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ 50 രൂപ ആണ് റേറ്റ് വരുന്നത്. കാവേരി വെറൈറ്റി ആട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. സീഡ്ലിംഗ് ആണ്. നമുക്ക് ഒരുപാട് വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ട് കൂടിയാട്ടോ പാഷൻ ഫ്രൂട്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ചൈന ഡോളാണ്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീഫാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിട്ട് തന്നെ തോന്നത്തുള്ളൂ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അത് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. പെട്ടെന്ന് തന്നെ വലുതായി വരുന്ന ഒരു ചെടി കൂടിയാട്ടോ. ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് വരുന്ന വയലറ്റ് ജാസ്മിനാണ്. കുറ്റിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ചെടി കൂടിയാണ് വയലറ്റ് ജാസ്മിൻ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആട്ടോ. ലെമൺ വൈൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചിരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് ഈ ഫോട്ടോയിലൊന്നും കാണുന്ന പോലെ അല്ല കേട്ടോ ഈ ഒരു ചെടീൻ്റെ ഭംഗി. നല്ല ഭംഗി കേട്ടോ നേരിട്ട് കാണാൻ. മൾട്ടി പെറ്റലായിട്ടാണ് അതിൻ്റെ പെറ്റൽസ് ഉണ്ടാവുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ലെമൺ വൈൻ്റെ അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും കേട്ടോ. മറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റിന് അതേപോലെ കുഞ്ഞ് ഇലകളുമായിരിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക്കാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗി. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയായിട്ടോ ഇതിൻ്റെ ടൈഗർ ലിപ്സ്റ്റിക്ക് എന്ന പേര് വരുന്നത്. കാരണം ടൈഗറിൻ്റെ പുറത്തുള്ള അതേപോലെയാണ് ഇതിൻ്റെ ലീഫിനും ആ ഒരു ഡിസൈനാണുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അടുത്തത് വരുന്നത് ഡിഷീഡിയ, നോർമൽ ഡിഷീഡിയ വെറൈറ്റി ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതൊക്കെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് 40 രൂപ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത്. ജിഫിയിലുള്ള പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ ഗ്രോത്തായി പോട്ട് ഫില്ലാവുകയും ചെയ്യും കേട്ടോ. അടുത്തത് വരുന്ന ഗോൾഡ് ഫിഷാണ്. നമുക്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അതേപോലത്തെ ഫ്ലവറാണ്. നമുക്ക് പോട്ടിലും അല്ലെങ്കിൽ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ നമുക്ക് ഡെയിലി വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുത്താൽ മതി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് കനേഡിയൻ കൊന്നയാട്ടോ. കനേഡിയൻ കൊന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു സുന്ദരി കൂടിയാട്ടോ. നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ചെടി. നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഡിഷീഡിയ വെറൈറ്റി ആട്ടോ. വെരിഗേറ്റഡ് ഡിഷീഡിയൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. റേറ്റ് വരുന്നത് 50 രൂപയാണ്. അടുത്തത് വരുന്നത് നാനോക്കാണ്. നാനോക്ക് വാൻഡ്രേഞ്ചുവിൻ്റെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. പിങ്ക് വെരിഗേഷനിലുള്ള ലീഫായിരിക്കും കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിന. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കമ്പൊടിച്ച് കുത്തിയാണ്. നമുക്ക് നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആട്ടോ. ഇതും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
എപ്പോഴും പൂക്കളായിരിക്കും കേട്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് കട്ടമുല്ല കേട്ടോ. അത് നല്ല നാടൻ കട്ടമുല്ലയാണ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവുകയും ചെയ്യും കേട്ടോ. ഒരുപാട് പരിചരണമൊന്നും ഇല്ലാതെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നല്ല നാടൻ കുറ്റിമുല്ലേൻ്റെ അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പിങ്ക് ജാസ്മിൻ ആട്ടോ. ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുഞ്ഞ് ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലാക്കിയാണ് സെറ്റ് ചെയ്ത് വെക്കാം. ഒത്തിരി പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. നല്ല സ്മെല്ലാട്ടോ. അമേരിക്കൻ ജാസ്മിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം ആട്ടോ. സ്റ്റെം കട്ട് ചെയ്ത് കുത്തിയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അടുത്തത് വരുന്ന ഹോയ് ആട്ടോ. ഹോയിൻ്റെ 5 വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതും ഹാങ്ങിങ് ബോട്ടിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാട്ടോ. നമുക്ക് നല്ലോണം വെള്ളം വാർന്നു പോകുന്ന പോട്ടിൽ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് ഈ ഒരു പോട്ട് മിക്സിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് ജിഫി ബാഗിൽ കിട്ടുന്ന പ്ലാന്റ്സ് നിങ്ങൾ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ നടാൻ ശ്രമിക്കുക. കാരണം ജിഫി ട്രാൻസ്പെറൻ്റ് ആണ്, റൂട്ട് പുറത്തേക്ക് വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അടുത്തത് വരുന്നത് ഫൈക്കസ് വെപ്പിന്നാണ്. അതേപോലെ ഒരു വാൾ ക്രീപ്പർ ആട്ടോ. ഇത് നമുക്ക് വാളിലൊക്കെ ഇങ്ങനെ കയറ്റി വിടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആട്ടോ. ആമസോൺ ബ്ലൂ ഒരു കുറ്റിച്ചെടിയാണ്. നല്ല ഭംഗിയുള്ള നല്ല ബ്ലൂ കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ. ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. അതേപോലെ പെട്ടെന്ന് പുതിയ ഷൂട്ട് വരികയും ചെയ്യും. അതേ ബുഷിയായിട്ട് പെട്ടെന്ന് ബുഷിയാവും, പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട, നല്ലോണം നനച്ച് കൊടുത്താൽ മാത്രം മതി. ഈ ചെടി നല്ല ഉഷാറായിട്ട് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു ചെടിയാട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അല്ലെ ഊട്ടി ഡെയ്സി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. നമുക്കിത് ഹാങ്ങിങ് ബോട്ടിലും സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് നമുക്ക് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതും അല്ലെങ്കിൽ കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്തിട്ട് ബുഷിയായിട്ട് നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. നെക്സ്റ്റ് വരുന്നത് ക്ലെറോഡൻഡ്ര കേട്ടോ. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നോർമൽ ഗ്രൗണ്ടിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. കുഞ്ഞിലേ തന്നെ ഫ്ലവർ ആകുന്ന ഒരു ചെടി കൂടിയാട്ടോ. അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ്. നല്ല പിങ്ക് കളറിൽ നല്ല ഡാർക്ക് റെഡ് കളർ ഡോട്ടോട് കൂടിയിട്ടാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ വെരിഗേറ്റഡ് ടെക്കോമയും പാണ്ഡൂര ജാസ്മിനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഈ വെരിഗേറ്റഡ് ടെക്കോമേൻ്റെ ലീഫിന് വെരിഗേഷൻ ഉണ്ടാവും. അതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലവർ ഏകദേശം ഒരേപോലെയാട്ടോ. ഇതാട്ടോ വെരിഗേറ്റഡ് ടെക്കോമേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് തമ്പർജിയ അല്ലെങ്കിൽ ലേഡി ഷൂ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. മൈസൂർ ക്ലോക്ക് വൈൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ചെടി ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ. അടുത്തത് വരുന്നത് മെഡിനില്ല കേട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. നല്ല ഭംഗിയുള്ള നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ. പക്ഷേ ഈ പൂവൊക്കെ കുറച്ച് കൊഴിഞ്ഞ് കഴിഞ്ഞ് ഈ പൂവ് കുറച്ച് മെച്യൂർഡായി കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകില്ല. അതിലൊരു കുഞ്ഞി കാ പോലെ ഈ ഒരു രീതിയിലൊരു കുഞ്ഞു കായകളായിട്ട് വന്ന് അത് കുറേ നാൾ നിൽക്കും കേട്ടോ. അത് 2 കളറിലേക്ക് മാറും. ആദ്യം പൂ കൊഴിഞ്ഞ ഉടനെ തന്നെ ലൈറ്റ് പിങ്ക് കളറിലും പിന്നെ ഡാർക്ക് വയലറ്റ് കളറിലും. അപ്പോൾ ഈ 3 കളർ കോമ്പിനേഷനിൽ ആ ചെടിയിൽ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയാണ്. അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയ കേട്ടോ. ഹൈഡ്രാഞ്ചിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ളത്. 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിങ്കും വൈറ്റും അതേപോലെ ബ്ലൂവും. ഈ 3 കളേഴ്സും ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഓരോന്നിനും 50 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. ഒരുപാട് ഹൈറ്റ് വെക്കില്ല. ഇതുപോലെ പോട്ടിൽ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഒരുപാട് നാളൊന്നും നമ്മൾ ഫ്ലവർ വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കേരളത്തിലൊക്കെയുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ഹൈഡ്രാഞ്ചിയ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് ലെന്താനയാട്ടോ. ലെന്താനേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ചെടി കൂടിയാട്ടോ ലെന്താന. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്.
അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പറാണ്. ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ്. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് നോർമൽ കെയറിൽ തന്നെ വളർത്തിയെടുക്കാം കേട്ടോ. പ്രത്യേകം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുത്താൽ മതി. നല്ലോണം വെള്ളം വാർന്നു പോകുന്ന പോട്ടിൽ നടാൻ ശ്രമിക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹാർട്ട് ആട്ടോ. ഇതും നമുക്ക് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. എനിക്ക് എന്ത് ഭംഗി ഇതിൻ്റെ പൂക്കൾ കാണാമെന്ന്. ഇതുപോലെ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ. അതും ഭയങ്കര ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. നല്ല ലൈറ്റ് വയലറ്റും ഒരു ലാവൻഡർ ഷെയ്ഡിലും ആട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാട്ടോ ഗാർലിക് വൈൻ. നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലാണ്. അതുകൊണ്ടാട്ടോ ഈ ചെടിക്ക് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ പറയുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലുള്ള എല്ലാവരും പറയില്ലായിരുന്നോ, പാമ്പൊക്കെ വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ടാൽ വരില്ല എന്ന്. അതുപോലെ ഈ വെളുത്തുള്ളീൻ്റെ സ്മെല്ലുള്ള ഈ ഒരു ചെടി നട്ടാലും പാമ്പ് അതിൻ്റെ പരിസരത്ത് വരില്ല എന്ന് പറയുന്നു കേട്ടോ. അടുത്തത് വരുന്നത് ഹൈബ്രിഡ് കനകാമ്പരാണ്. ഒരു കുറ്റിച്ചെടിയാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന കനകാമ്പരം പോലെയല്ല, ഹൈറ്റ് വെക്കാതെ കുറ്റിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും കേട്ടോ. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആട്ടോ. നല്ല പിങ്ക് കളറും നല്ല ഗ്രീൻ കളർ ലീഫിൽ നല്ല പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ 5 ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ പ്ലാന്റിനും 45 രൂപയുള്ള റേറ്റ് വരുന്നത്. ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. നല്ല പിങ്കും പീച്ചും വൈറ്റും റെഡും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്ന ബ്ലൂ ഡേയ്സി കൃഷ്ണകാന്തി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ. ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ച് ഡിമാൻഡ് ചെയ്ത് വാങ്ങുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ബ്ലൂ ഡേയ്സി. കാരണം ഈ ഒരു ഫ്ലവറിന് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. അടുത്തത് വരുന്നത് സ്നോ റോസ് ആണ്. സ്നോ റോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ള പിങ്ക് ഫ്ലവർ ആട്ടോ. നമ്മൾ ഇതിന് മുമ്പ് സ്നോ റോസിൻ്റെ മൾട്ടിപെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനും 50 രൂപയുള്ളൂ റേറ്റ്. ഇതും അതേ 50 രൂപയാട്ടോ. നല്ല ഭംഗിയാട്ടോ ഈ ഒരു ചെടീൻ്റെ ഫ്ലവർ കാണാൻ. എപ്പോഴും പൂക്കളുണ്ടാവുക. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് അലമാണ്ട ആട്ടോ. അലമാണ്ടയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. ഈ ഒരു മിനിയേച്ചർ വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചട്ടിയിൽ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകത്തേ ഇല്ല കേട്ടോ. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. അടുത്തത് വരുന്നത് ചെത്തി ആട്ടോ. ചെത്തി നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇതുപോലെ ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ ചെത്തി. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് ചെത്തീൻ്റെ റെഡ് കളറാട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ റെഡ് കളറിൽ വരുന്നത്. നമ്മൾ ഇതിൻ്റെയൊക്കെ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. നല്ല തൂവെള്ള കളറിലാട്ടോ ഇതിനകത്തുള്ള ഫ്ലവർ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കുമേ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് പവിഴമുല്ല ആട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഇതിനകത്ത് ഉണ്ടാവുക. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. ഇതൊരു കുറ്റിച്ചെടിയാട്ടോ. ഒത്തിരി പൂക്കൾ തരുന്ന ഈ ഒരു വെറൈറ്റി. അതുമാത്രമല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയുള്ളൂ കേട്ടോ. അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാട്ടോ. യെല്ലോ മെലസ്റ്റോമിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ക്യാറ്റ് സ്റ്റൈലാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. പൂച്ചവാലൻ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. ഒരു ചെറിയൊരു കമ്പ് കുത്തിക്കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് പോട്ട് നിറഞ്ഞ് ഫില്ലായിട്ട് ബുഷിയായിട്ട് വരും കേട്ടോ. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്.
അടുത്തത് വരുന്നത് സെനേഷ്യോ പ്ലാന്റ് ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ നമുക്കിതൊരു ബുഷി പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് പാസിഫ്ലോറയാണ്. പാസിഫ്ലോറേൻ്റെ 2 കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല വയലറ്റും നല്ല പിങ്കും ഡാർക്ക് പിങ്ക് കളറും. നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈൻ ആട്ടോ. ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. അത് മാത്രമല്ല ഒത്തിരി പൂക്കൾ ഒന്നിച്ച് വിരിയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാട്ടോ ട്രംപറ്റ് വൈന്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മെലസ്റ്റോമയാട്ടോ. മെലസ്റ്റോമയുടെ വയലറ്റ് കളറാണ്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. അത് മാത്രമല്ല ഇതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നനവ് കുറഞ്ഞു പോകരുത്. നനവ് കുറഞ്ഞ് പെട്ടെന്ന് ലീഫ് കൊഴിയുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഹണീസക്കിളാട്ടോ. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. നല്ല നല്ല യെല്ലോ കളറിലും വൈറ്റ് കളറിലുള്ള കോമ്പിനേഷനിലായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക. ഈ ഒരു സൈസിലുള്ള ചെടി പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് സുഗന്ധരാജാണ്. ഇതുപോലെ മൾട്ടിപെറ്റലായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഷോർട്ടായിട്ട് നിന്നിട്ടായിരിക്കും കേട്ടോ പൂക്കളുണ്ടാവുക. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് കാറ്റ്സ് ക്ലോയാണ്. ഈ കാറ്റ്സ് ക്ലോയും ട്രംപറ്റ് വൈൻ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. വിരിയുമ്പം ഒരുമിച്ച് ഒത്തിരി പൂക്കളാട്ടോ ഉണ്ടാവുക. ഇതുപോലെ ഇല കാണാത്ത രീതിയിൽ നിറച്ച് പൂക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് നമ്മുടെ ഗാർഡനിലും നമ്മുടെ വീടിൻ്റെ സൺഷെയ്ഡിലൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. അടുത്തത് വരുന്നത് ബേബി സൺറോസാണ്. ബേബി സൺറോസിൻ്റെ 2 വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. 40 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അതും വെരിഗേറ്റഡ് ലീഫിലുള്ള പിങ്ക് ഫ്ലവർ ഉള്ളതും നല്ല ഗ്രീൻ ലീഫിൽ പിങ്ക് ഫ്ലവർ ഉള്ള അങ്ങനെ 2 വെറൈറ്റീസാണ്. രണ്ടും ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് റെക്സ് ബിഗോണിയ കേട്ടോ. റെക്സ് ബിഗോണിയൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതും 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ്. വളരെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും റെക്സ് ബിഗോണിയൻ്റെ ആ ഒരു ലീഫിൻ്റെ ഭംഗി കാരണമാണ് ഈ റെക്സ് ബിഗോണിയ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരിയായത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ലീഫാട്ടോ. ലീഫ് കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 ബേബി പ്ലാന്റൊക്കെ ചില ലീഫുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാട്ടോ. വളരെ ഈസി ആയിട്ട് ഒരു നോർമൽ കെയറിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയാണ്. ഒരുപാട് നനവ് പാടില്ല. വെള്ളം വാർന്നു പോകുന്നതും അല്ലെ നല്ല രീതിയിൽ ചെടിക്ക് വേരോട്ടം കിട്ടുന്നതായിട്ടുള്ള ഒരു പോട്ട് മിക്സ് തയ്യാറാക്കുക. എപ്പോഴും പൊടിഞ്ഞ് നിൽക്കുന്ന ഒരു പോട്ട് മിക്സ് ആയിരിക്കണം കേട്ടോ. അതായത് എപ്പോഴും അതിൻ്റെ അകത്ത് പൊടിയായിരിക്കണം. നല്ല ടൈറ്റ് ടെമ്പറായിട്ട് ഇരിക്കാൻ പാടില്ല. അതേപോലെ നല്ല ഹോളുള്ള ചട്ടി നോക്കിയിട്ട് എടുക്കണം. ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട് വേണം ആ ഒരു പോട്ട് മിക്സ് പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ തന്നെ 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുത്താൽ മതി. പക്ഷേ അതിൻ്റെ ചൂട് ഭാഗം ഈർപ്പം എപ്പോഴും നിൽക്കണം. എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആകരുത്. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ചെടീനെ ബാധിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു വെറൈറ്റി നട്ട് കഴിഞ്ഞാൽ ആ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ ലീഫ് ഒന്ന് കുത്തി വേറൊരു ബേബി പ്ലാന്റും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടി നമ്മളിൽ നിന്ന് നശിച്ചു പോകത്തേ ഇല്ല കേട്ടോ. ഈ ബിഗോണിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു റീസൺ മതി അത് ചൂടോടുകൂടി നശിച്ചു പോകാൻ. അത് നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയൊന്ന് ചെയ്താൽ. അടുത്തത് വരുന്ന പിങ്ക് ഇക്സോറ കേട്ടോ. ചട്ടിയിലൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആട്ടോ പിങ്ക് ഇക്സോറ വെറൈറ്റി. 50 രൂപയിലോട്ടോ റേറ്റ് വരുന്നത്. അതും ഈ സൈസിലുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ട്വിസ്റ്റഡ് ആണ്. അതിൻ്റെ ലീഫ് ചെറിയ കേളി ആയിട്ടായിരിക്കും ഇരിക്കുക. ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റാണ് തരുന്നത്. 50 രൂപയിലോട്ടോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മൾട്ടിപെറ്റൽ സ്റ്റാർ ജാസ്മിനാണ്. നല്ല സ്മെല്ലാട്ടോ. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 50 രൂപ വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഐവി ആട്ടോ. ഐവിൻ്റെ 2 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. യെല്ലോ വെരിഗേഷനുള്ളതും അതേപോലെ പ്ലെയിൻ ഗ്രീനും. ഇത് രണ്ടിനും ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ. അതുപോലെ തന്നെ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തന്നാണ്. നിങ്ങൾ കിട്ടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ മതി. നമ്മൾ അയക്കുന്നത്
DTDC കൊറിയർ അല്ലെ പോസ്റ്റൽ വഴിയാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ലിമിറ്റഡ് ഓഫറാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.